ടോൾ ഗേറ്റ് അല്ലേ? ടോൾ ഗേറ്റ് ആണ്. ഇവിടെ എത്രയാണ് ചാർജ് എന്നുള്ളത് നോക്കട്ടെ. കാറിന് 260 രൂപയാണ്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ 3000 റുപ്യൻ്റെ പാസ് അടിച്ചിട്ടുണ്ട്. നാഷണൽ പാസ്സാണോ ഇതാണോ പോകുന്നതെന്ന് അറിയത്തില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പം തന്നെ പാസിൽ പോകാം. ഫാസ്റ്റ് ടാഗ് കാണുന്നുണ്ടല്ലോ. പാസ് ആനുവൽ പാസ് എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ട്, കാണുന്ന ആയിരിക്കും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിലും. നമുക്ക് 3000 രൂപ കൊടുത്ത് ഒരു ആനുവൽ പാസ് കിട്ടും. 200 ക്രോസിങ് നമുക്ക് പറ്റും. നമ്മൾ ആദ്യം ക്രോസ് ചെയ്യാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്കിയിട്ട് കാണിച്ചു ചേട്ടാ. താത്തയേട്ടാ, നമ്മുടെ വണ്ടി വന്നു പോയി. ഓക്കെ, 200 പാസ്, 200 ടോൾ ഗേറ്റുകൾ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ കടക്കാൻ പറ്റും. അതായത് ആവറേജ് പ്രൈസ് വന്നിട്ട് നമുക്ക് 15 രൂപയേ വരുള്ളൂ. 200 × 15 3000. അപ്പോൾ അത് അങ്ങോട്ട് കാണിച്ചു സൗണ്ട് കിട്ടാതില്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 260 രൂപയാണ് കാറിൻ്റെ പാസ്. മറ്റുള്ളതിൻ്റെ പാസ് ഞാൻ നോക്കിയില്ല, പെട്ടെന്ന് നോക്കണ്ട, നീയല്ലേ നോക്കേണ്ടത്. അപ്പോൾ 260 രൂപ കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു 10 കയറുമ്പോഴത്തേക്കും 2600 ആവും. പക്ഷെ 3000 കൊടുത്തു കഴിഞ്ഞാൽ 200 പാസ് ആവും. ഇപ്പം നമ്മൾ ഓൾറെഡി 2 പാസ് അല്ലേ, രണ്ടും ക്രോസ് ചെയ്തില്ലേ. മാഹിയിലൊന്നും ക്രോസ് ചെയ്തു, രാമനാട്ടുകര ക്രോസ് ചെയ്തു. രാമനാട്ടുകര ക്രോസ് ചെയ്തു, മാഹി ക്രോസ് ചെയ്തിട്ടില്ല. 2 പാസ് നമ്മുടെ കഴിഞ്ഞു. ബാക്കി 198 പാസ്സുണ്ട്. പക്ഷെ ഇത് നാഷണൽ ഹൈവേയിൽ മാത്രമേ പറ്റുള്ളൂ, സ്റ്റേറ്റ് ഹൈവേയിൽ കിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ അതൊരു അറിയത്തില്ലാത്തവർക്ക് രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൽ തന്നെ പാസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ പാസ് എത്ര ബാക്കി വന്നു, ബാക്കിയുണ്ട്, എത്ര യൂസ് ചെയ്തു, എവിടേക്ക് യൂസ് ചെയ്തു, അതെല്ലാം കാര്യങ്ങളും അതിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ. പക്ഷെ ഇത് പ്രൈവറ്റ് വെഹിക്കിൾസിനെ പറ്റുള്ളൂ, അല്ലാതെ ടാക്സി വെഹിക്കിൾസിന് പറ്റൂല എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, ബസ്സിനൊന്നും പറ്റില്ല. കാറ്, ജീപ്പ്, വാൻ ഇത്രേ പറ്റുള്ളൂ. പ്രൈവറ്റ് ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സംഭവം വലിയൊരു ബ്യൂട്ടി ആണല്ലേ, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൈവേ വരുന്നത്. നീ പിന്നെ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഞാനും ആദ്യമായിട്ടാണ്. നീ ഇതിനു മുന്നേ എത്ര ദൂരം പോയിട്ടുണ്ട്? ഏറ്റവും ലോങ് ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയിട്ടൊന്നുമില്ല. ട്രെയിനാ വന്നേ? ബാംഗ്ലൂർ ബസ്സിന്, ടൂറിസ്റ്റ് ബസ്സിനാണോ? യെസ്. അപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അന്ന് നൈറ്റ് ഒരു പ്രോഗ്രാം, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ തന്നെ. അന്നത്തെ ചെറുപ്പത്തിലാണ്, ഓർമ്മയില്ല, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഓഹോ, നീ കുഞ്ഞായിരുന്നപ്പോ വന്ന കാര്യമാണോ? യെസ്, ഐ തിങ്ക് സോ. 7th or 6th സ്റ്റാൻഡേർഡ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫാബിലുണ്ട് കേട്ടോ. ഫാബിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ ഫാബിലുണ്ട്. ഫാബിനോട് ചോദിച്ചു, നീ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്കറിയത്തില്ലല്ലോ എന്തൊക്കെയാണ്. അവൻ പറഞ്ഞു ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടോ. അപ്പം ഞാൻ ചേട്ടാ എന്താ ചെയ്യണേ, എനിക്കറിയത്തില്ല പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് നീ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ കൊണ്ട് കാണിച്ചു. എന്നിട്ടേ അപ്പം പറയാടാ, അതെനിക്ക് ഓർമ്മയില്ല, ഞാൻ കുഞ്ഞിലെ എന്നെ എന്താ പറയാ ഉപ്പയും ഉമ്മയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അങ്ങനെ അവൻ ഫ്ലൈറ്റിൽ അത്ര കുഞ്ഞല്ലേ, ഞാൻ 7ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അവന് 5 വയസ്സോ 4 വയസ്സോ കണ്ടുള്ളപ്പോൾ കയറിയത് കാര്യമാണ് പറഞ്ഞത്. എന്നാലും ആളെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കും അയച്ചു കൊടുക്കാം വീഡിയോ, അതിൽ അയച്ചു കൊടുക്കും അല്ലേ? അപ്പൊ ശരി. പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ച് ചെയ്തിട്ടുണ്ട് ആണല്ലേ? ശരി. അപ്പൊ ശരി, ഇനി പിന്നെയും പറയാം, ഞങ്ങൾ വീഡിയോ കാണുക, ഷെയർ ആക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു കേട്ടോ. പലരുടെയും കഥ പറയാനുണ്ട്, ഇനി കുറേ കഥകൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞു കൊളാക്കണല്ലോ, അല്ലേ മോനേട്ടാ? കൊളാക്കായിരിക്കും നല്ലത്. ശരി ശരി.